ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. വീടൊക്കെ അത്യാവശ്യം അലമ്പാണ്. എല്ലാവരും പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്കൊരു മടി വരേണ്ട ഒരു സമയമാണ് ഇത്. നമ്മൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സമയത്ത് വീടൊക്കെ അലങ്കോലമായിരിക്കും. നമ്മുടെ എനർജി കുറഞ്ഞു വരുന്നൊരു ടൈമാണിത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു, കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ. എൻ്റെ ഈ മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നില്ലേ, അതിൽ നിന്ന് 2-3 തൈ എടുത്തിട്ട് ഇതിലേക്ക് അത് കുറച്ച് ബുഷിയായിട്ട് വന്നിട്ടില്ലത് ഞാൻ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ഒരു മണി പ്ലാന്റ് വെയിൽ കൊള്ളിക്കാനായിട്ട് ഇവിടെ കൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് 2-3 വേരിറങ്ങിയ കുറച്ച് ആ ഒരു ഇടത്തിലോട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. മണി പ്ലാന്റ് നമ്മൾ മണ്ണിലകത്ത് വെക്കുന്നതിനെക്കാട്ടി നല്ലതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പുറത്ത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ സാധാരണ മണ്ണിൽ വെച്ചാലും വളരും. പക്ഷേ അകത്ത് വെക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ അകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മണ്ണിലിട്ട് നല്ല രീതിയിൽ വേരോടിയതിന് ശേഷമായിരിക്കും കേട്ടോ ഇതിലോട്ട് നടുന്നത്. അതെനിക്ക് ആദ്യമൊന്നും അറിയത്തില്ല. ഞാൻ ഒരു തവണ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെയിലും കൂടെ കൊള്ളിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് വരും. ഇതിനകത്ത് നിന്നതൊക്കെ ഇല മഞ്ഞ കളറായിട്ട് ഞാൻ കൊണ്ട് മാറ്റിയിട്ടാണ് കേട്ടോ വേറെ നട്ടത്. എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാനൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ മറന്നു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന മണി പ്ലാന്റൊക്കെ എന്തോ പോലെ ആയിപ്പോയി. അത് കാരണം ഞാനിപ്പോൾ വീണ്ടും വേറൊന്ന് നട്ട് വെച്ചതാണ്. മണി പ്ലാന്റ് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വിചാരം വെച്ചാൽ ഒരുപാട് കെയറൊന്നും കൊടുത്തില്ലെങ്കിലും അങ്ങ് വളർന്നുണ്ട്. പക്ഷേ അത്യാവശ്യം കെയർ അകത്ത് വെക്കുവാണെങ്കിൽ വേണം കേട്ടോ. പുറത്താണെങ്കിൽ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അകത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മണ്ണിൽ വളർത്തുന്ന മണി പ്ലാന്റ് ആണെങ്കിൽ ഇല്ലാതായി പോകും കേട്ടോ. വെള്ളത്തിലാണെങ്കിൽ കെയറിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും. അപ്പം ഞാനതൊന്ന് നട്ട് വെച്ചു. പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ വെച്ചു എന്തായാലും ക്ലീനിങ്ങിന് നിൽക്കാൻ വെച്ചിട്ട് ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനിപ്പോൾ ഈ ചെടി നട്ട സമയത്ത് ഇവിടെ കുറച്ച് തുളസിയൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ അതിൻ്റെ പട്ട് നിൽക്കുകയാണ്. അപ്പോൾ വെച്ചാൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. പിഴുത് കളയാൻ പിഴുകുന്ന സമയത്ത് കുറച്ച് മണ്ണൊക്കെ ഇവിടെ തറയിൽ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് ക്ലീനിങ്ങൊന്നും എനിക്ക് പറ്റില്ല. വലിയ മഴയൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ സ്കൂൾ തുറക്കുന്ന അന്ന് തൊട്ട് മഴ സ്റ്റാർട്ട് ചെയ്യണം. വെക്കേഷനൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് മുതൽ മഴ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മക്കൾ പോകുന്നൊരു സമയമാകുമ്പോഴാണ് കേട്ടോ ഇവിടെ മഴ പെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ചെറിയ രീതിയിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ചെരുപ്പൊക്കെ എപ്പോഴും കൂട്ടം കൂടി ഇട്ടിരിക്കും. രാവിലെ ഞാനത് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചവിട്ടിയൊക്കെ എടുത്തൊന്ന് കുടഞ്ഞ് ചെരുപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ആ സിറ്റ് ഔട്ടിൻ്റെ ആ സൈഡിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അവിടെയും ഒന്ന് ക്ലീൻ ആക്കുവാണ്. ആ ഒരു സൈഡിലായിട്ട് മണലുകൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ എനിക്ക് നല്ലതുപോലെ അടിച്ചു വരാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റാറില്ല. നമ്മുടെ ആ ഒരു ബാത്ത് എടുത്ത് മാറ്റില്ലേ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മണലെല്ലാം ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ മാറ്റിയിട്ടില്ല. ഇനി പണി ചെയ്യുമ്പോൾ മാറ്റുമായിരിക്കും. ഇവിടെ പണി ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. താഴത്തേക്ക് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എടുത്ത് മാറ്റുമായിരിക്കും. ഞാനപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് അടിച്ച് വാരി, അതിൻ്റെ ആ സൈഡിലൊക്കെ ഇലയും മറ്റുമൊക്കെ വീണിട്ട് കുറച്ച് വേസ്റ്റ് അവിടെ കുടുങ്ങിക്കിടക്കും ആ ഒരു ഹോളിനകത്ത്. അപ്പോൾ അവിടെ ഇതുപോലെ വെള്ളം ഒഴിച്ച് വീത്തിയാൽ മാത്രമേ പോകത്തുള്ളൂ. മഴവെള്ളമാണ് കേട്ടോ. മഴവെള്ളം ബക്കറ്റ് നിറഞ്ഞതാണ്. അപ്പോൾ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞത്. മഴ പെയ്താൽ ഈ ഒരു സൈഡൊക്കെ നല്ല തെറ്റലാണ്. ടൈലിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. നല്ല തെറ്റലാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ആദ്യം ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് ഞാൻ എന്നും ഇങ്ങനെ ചെറുക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ശീലമായിട്ട്. അപ്പോൾ മഴ പെയ്താൽ ഞാൻ പതുക്കെ മാത്രമേ നടന്ന് പോവാറുള്ളൂ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി. ഇന്ന് സ്റ്റെപ്പ് തൂക്കുന്നില്ല കേട്ടോ. കാരണം സ്റ്റെപ്പ് വീണ്ടും തൂക്കും തോറും വീണ്ടും അഴുക്കും ഇതൊക്കെ ആവത്തുള്ളതുകൊണ്ട് ഞാനിന്നിപ്പോൾ സ്റ്റെപ്പ് അടിച്ച് വാരുന്നില്ല. വന്ന സമയത്തൊക്കെ ഈ സ്റ്റെപ്പ് ഞാൻ ഡെയിലി അടിച്ച് വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആഴ്ച 2-3 ദിവസമൊക്കെ അതൊന്ന് അടിച്ച് വരലുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെയാണല്ലോ, പുത്തനച്ചി പുറപ്പരുന്ന് തൂക്കും, ഇങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട്, മഴയല്ലേ അപ്പോൾ ചെളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തൂത്ത തുറപ്പ ഒന്ന് വാഷ് ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം അവിടെ കൊണ്ട് ഇപ്പം വൈകുന്നേരമല്ലേ എൻ്റെ ആവശ്യം വരത്തുള്ളൂ. ആ സമയം കൊണ്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്റ്റെപ്പിൽ നമ്മൾ ഈ ചവിട്ടി കയറുന്ന അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഞാൻ ഡെയിലി എന്നും ക്ലീനിങ്ങിന് ശേഷം അവിടെ തുടയ്ക്കാറുണ്ട്. അറിയാൻ പറ്റും ഇതുപോലെ വൈറ്റ് ടൈലൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ എത്ര തുടച്ചാലും വൃത്തിയാവത്തില്ല. നമ്മൾ കയറി വരുന്ന നമ്മുടെ കാലിലെ അഴുക്കും കുട്ടികളെ ഒക്കെ പറ്റിക്കുന്ന അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. വീട് ഞാനൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കാറുള്ളൂ കേട്ടോ. ഈ വൈറ്റ് ടൈലായതുകൊണ്ട് അഴുക്ക് പറ്റും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിലേ അങ്ങനെ തുടയ്ക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ വീക്കിലി ഒക്കെ തുടച്ചാൽ മതി. എനിക്കിങ്ങനെ വൈറ്റ് ടൈലായതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് മാത്രമേ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ചെടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടുതൽ ഈ ഒരു അലോവേറയാണ് കേട്ടോ. നിറച്ച് നിൽപ്പുണ്ട്. പണ്ടെങ്ങാണ്ട് ഒരെണ്ണം കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ അത് കാട് കണക്കായിട്ടുണ്ട്. ഫുള്ള് മുകളിൽ ടെറസിൻ്റെ മുകളിലും താഴെയൊക്കെ ഇത് തന്നെയാണ്. ആദ്യമൊക്കെ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അലോവേറ ജെല്ലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മുടെ ഈ വീട്ടിൽ കുറേ ആകുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പുണ്ടാവത്തില്ലേ, അതാണ് കേട്ടോ. പണ്ട് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഉള്ളതുകൊണ്ടാവാം എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു അലോവേറ ജെല്ല് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ അലോവേറ ജെല്ലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ ആ ഒരു മണി പ്ലാന്റ് ഇവിടെ വാഷ് ബേസിൻ്റെ അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അന്ന് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എന്നും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതല്ലേ. കിച്ചണിലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ബെഡ്ഷീറ്റ് കുറേ ദിവസമായിട്ട് കീറിയിരിക്കുന്നുണ്ട്. ഇനി അതെന്തായാലും ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു പില്ലോ കവർ അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിനായിട്ടുള്ളൊരു പണിക്കിരിക്കുകയാണ് കേട്ടോ. എന്നോട് പില്ലോ കവർ അടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തയ്ക്കുന്നത് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഞാൻ തയ്ക്കും, പക്ഷേ അത് യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിച്ചതാണ് കേട്ടോ. അല്ലാതെ എനിക്കങ്ങനെ പഠിക്കാൻ പോയിട്ടുള്ള ഒരു അറിവൊന്നുമില്ല. അപ്പോൾ എനിക്കങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പില്ലോ കവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംമാതിരി നല്ല അറിവുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. എനിക്ക് അറിവില്ല നമ്മൾ പറഞ്ഞു വിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കിയെടുത്തൊരു ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സൈഡിൻ്റെ അവിടെയൊക്കെ എങ്ങനെ അളവെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാനൊരു പില്ലോ കവർ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 4 പില്ലോ കവറെങ്കിലും തയ്ക്കണമെന്ന് വെച്ചു ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട്. പക്ഷേ തുണി അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിഞ്ച് പോകും. അപ്പോൾ ഞാൻ 2 തയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഇട്ടിരുന്നത്. പക്ഷേ തയ്ച്ച് വന്നപ്പോൾ ഒരെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരെണ്ണം തയ്ച്ചിട്ട് നോക്കിയപ്പോൾ എൻ്റെ സൈഡൊക്കെ കീറിയിരിക്കുന്നുണ്ട്, നൂല് തുന്നിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ മെനക്കെട്ടിരുന്നല്ലേന്ന് കരുതിയിട്ട് ഒരെണ്ണം തയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇനിയിപ്പോൾ തറ ഉടയ്ക്കാനോ വല്ലത്തിനും മാത്രമേ കൊള്ളത്തുള്ളൂ. ഒരു പഴകിയ ഒരു തുണി പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ബെഡ്ഷീറ്റ് വെച്ച് തയ്ച്ചിട്ടില്ലായിരുന്നു കേട്ടോ. തച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മെഷീൻ എന്താ കംപ്ലൈൻ്റ് ആണെന്ന് എനിക്കറിയാൻ വയ്യ. നൂല് പൊട്ടിക്കൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു തയ്യൽ വെറുക്കുന്നതിൻ്റെ ഒരു കാരണം ഈ നൂല് പൊട്ടലാണ്. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് നൂല് കിട്ടത്തേയില്ല, ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ താഴത്തെ നൂല് പിടുത്തം, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ തന്നെ സ്വയം തീർക്കുകയാണ് ചെയ്യുന്നത്. യൂട്യൂബ് നോക്കിയാൽ മതിയല്ലോ, ഇപ്പോൾ എല്ലാത്തിനുള്ള സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. എന്താണ് സ്റ്റിച്ചിങ് എന്ന് നമ്മളൊരു ചാനലുണ്ട്. നമുക്ക് ഒരു വിധമുള്ള നല്ല ലെവലെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അവ നോക്കിയിട്ടാണ് ഫ്രോക്കായാലും എൻ്റെ ചുരിദാർ, പിന്നെ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ തയ്യലൊക്കെ ചെയ്യുന്നത്. നല്ല ചാനലാണ്. ഇതുപോലെ ഒരു തയ്യൽ മെഷീൻ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കൂട്ടോ. എന്തായാലും യൂസ്ഫുള്ളാവും. അപ്പോൾ അതേ ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ട് ഞാൻ ഈ ഒരു പില്ലോ കവർ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മോൻ്റെ റൂമിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ച്. എനിക്കത്ര ഇഷ്ടപ്പെട്ടേന്നുമില്ല, കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത പില്ലോ കവർ പോലെ ഇരിക്കും തയ്ച്ചെടുത്തപ്പോഴത്തേക്കും. തുണി അത്ര വലിയ ക്വാളിറ്റി തോന്നുന്നില്ല കേട്ടോ. ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. എന്തായാലും ഞാൻ തയ്ച്ചതല്ലേ എന്നുള്ള രീതിക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിനി നല്ലൊരു തുണി വെച്ചിട്ട് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് അളവൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ തയ്യൽ അറിയാത്തവർ തയ്ക്കുമ്പോഴത്തേക്കും എന്താണ് ഒരു മോട്ടിവേഷൻ കിട്ടും. അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുവിടാന്നൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ പഴയ നമ്മുടെ നൈറ്റിയൊക്കെ വെച്ചിട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് നോക്കി തന്നെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പഴയ നൈറ്റിയൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇത് കാണിക്കാത്ത. പിന്നെ നോക്കട്ടെ, ഞാൻ ആ സമയമാകുമ്പോൾ തയ്ക്കാമേ. പിന്നെ ഇത് ഞങ്ങൾ ഒരു ദിവസം വേളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളൊരു വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ വേളിയിൽ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ട്രെയിനിൽ കയറണമെന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാനുള്ള ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ മിക്ക ദിവസങ്ങളിലും കിട്ടാറില്ല. ഭയങ്കര ക്യൂ ആയിരിക്കും. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റി കേട്ടോ.
വെറും 40 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റ്, ഒരുപാട് റേറ്റൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ വേളി ഫുള്ളായിട്ടും കറങ്ങാൻ പറ്റും. സത്യമായ വേളിയിൽ ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് ഭാഗത്തുകൂടെയൊക്കെ ഈ ഒരു ട്രെയിന് പോയിട്ട് അവിടെ വേറൊരു മുഖം കൂടി എനിക്ക് കാണാൻ പറ്റി. നമ്മളെപ്പോഴും പോകുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ചുറ്റുഭാഗമൊക്കെ അല്ലേ കറങ്ങുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണ് പിള്ളേർക്കൊക്കെ പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണല്ലോ. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം ഉള്ളതിലൊരു വലിപ്പം കൂടിയ പാർക്ക് ഇത് തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു പാർക്കുകളാണ്. അപ്പോൾ അതെ ഈ ഒരു നമ്മുടെ ഒരു പൊഴിയാണ് കേട്ടോ. ഇവിടെ കടലും കായലും ഒക്കെ ചേരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ കൂടെ ആണ് കേട്ടോ ട്രെയിൻ പോകുന്നത്. നമ്മൾ പോയി അതുവഴി പോയി വേറൊരു വഴി കൂടെ ചുറ്റി വരുവാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ റെയിൽവേ ട്രാക്ക് കിടക്കുന്ന കണ്ടെങ്കിൽ ഞങ്ങൾ 2-3 വട്ടം പോയപ്പോൾ ഒരു തവണ ആയപ്പോൾ ട്രെയിന് കേടായിരുന്നു. പിന്നെ ഒരു തവണ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ പണ്ടൊന്നും ഇല്ലായിരുന്നു, ഒരു 3-4 വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു എനിക്കൊന്ന് 2-3 വർഷം അത്രേ ആവുന്നുള്ളൂ ഈ ഒരു ട്രെയിൻ വന്നിട്ട്. പിന്നെ ഈ ഒരു പാലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല കേട്ടോ. നമ്മൾ സാധാരണ ട്രെയിനിൽ പാലത്തിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്നത് പോലെ ഒരു എന്താണ് ഒരു ടോയ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് തോന്നത്തേയില്ല. അല്ലാതെ തന്നെ പോകുന്ന ആ ഒരു സൗണ്ടും ഒക്കെ ആയാലും അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ എന്ത് വൈബിലിരുന്നിരുന്ന് ആർത്ത് വിളിച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറെ പിള്ളേരും ബേക്കിലൊക്കെ വേറെ, ബോഗീസിലൊക്കെ വേറെ, നമ്മുടെ നാട്ടുകാരല്ല വേറെ, നമുക്ക് സ്ലാങ് ഒക്കെ മനസ്സിലാവുമല്ലോ. അവരൊക്കെ ഇങ്ങനെ എന്തോ വാവ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ആർപ്പ് വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവരൊക്കെ ട്രിവാൻഡ്രത്തെ പറ്റി എന്ത് സന്തോഷത്തിലാണ് സംസാരിക്കുകയെന്നറിയാവോ. നമ്മുടെ നാടൊക്കെ ഭയങ്കര എന്തോ ഒരു എന്തോസിസ്റ്റായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് വേറൊരാൾ നമ്മളെ നാട് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നത്തില്ലേ. അപ്പോൾ അവർ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. ഇത് വേളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളങ്ങനെ എപ്പോഴൊന്നും ഈ ഒരു സൈഡിലോട്ടൊന്നും വരാറേ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് ഈ ഒരു ട്രെയിനിൽ കയറിയപ്പോഴാണ്. നമ്മളല്ലാതെ ഈ മെയിൻ ഭാഗത്തൊക്കെ അല്ലേ എപ്പോഴും പോയാലും പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സൈഡും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ വീടൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇന്ന് വരെയും കണ്ടിട്ടില്ല. കുറേ 10-18 കൊല്ലമാവുന്നു ഈ ഒരു വെളി ബീച്ചിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സ്ഥലമൊന്നും. ഞാനും മോളും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇക്കായും മോനും വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്കെന്താണ് മോളുടെ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അവൾ ഒറ്റയ്ക്ക് പോകില്ല എന്നുണ്ടപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു കൂട്ടിന് വേണ്ടി കയറിയതാണ്. അപ്പോൾ കയറിയത് എന്തായാലും അടിപൊളിയായിട്ടോ. എന്തായാലും ഒരു നഷ്ടമില്ല. എല്ലാവരും ഒന്ന് കയറണേ. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നത്. ഇത് ബീച്ച് സൈഡാണ്, അവിടെ ബീച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടി ഇവിടേക്ക് എത്തുമ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ ട്രെയിൻ പോകുന്നത്. ഈ ഒരു പാലത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും വളരെ സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെ തന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരച്ഛനും അമ്മയും 2 മക്കളുമായിട്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെയൊന്നും കയറാൻ നിൽക്കേണ്ട, ഭയങ്കര റേറ്റാണ്. വന്നവരും നമ്മൾ ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. നല്ല റേറ്റാണ് അവിടെ. അപ്പോൾ അതേ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് ഞങ്ങൾ ബാക്ക് സീറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടത്തില്ലല്ലോ എന്നിട്ട് ഞാനങ്ങനെ ക്യാമറ ഫോണ് വെളിയിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആ ഒരു വ്യൂ കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. കുറച്ച് സമയം ഞാൻ അതിൻ്റെ അകത്തുള്ള ഒരു ബഹളം ഞാൻ കേൾപ്പിച്ചതാണ്. നിങ്ങളൊക്കെ ആ ബാക്കിലുള്ളവരുടെയൊക്കെ ഒരു സന്തോഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു വേളി ബീച്ചിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ശംഖാണ്. ആരാ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല കേട്ടോ. അടുത്തോട്ട് പോയി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സത്യം പറഞ്ഞൊരു ശംഖുമുഖത്തായിരുന്നു ഇത് വേണ്ടിയിരുന്നത്. തൊട്ടടുത്തിന് കേട്ടോ ശംഖുമുഖം വേളിയൊക്കെ നമ്മൾ ഒരുമിച്ച് വരുന്നതാണ്. ഞങ്ങൾ തന്നെ ശംഖുമുഖത്ത് പോയില്ല, വെളിയിൽ മാത്രമേ പോയുള്ളൂ കേട്ടോ. ശംഖുമുഖം മൊത്തത്തിൽ പോയി കിടക്കുവാണ്. ഇനി അവിടെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബീച്ചിൽ നമുക്കിവിടെ കോവളം ബീച്ചിൽ നിന്നാണല്ലോ വരുന്നത്, അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം പിന്നെ മോള് പാർക്കിൽ കളിക്കാൻ പോയി കേട്ടോ. അവൾ വരുന്നത് തന്നെ ഈ ഒരു പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവൾ പാർക്കിൽ കളിക്കാൻ പോയി. അവിടെ വെച്ചിട്ട് അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു കേട്ടോ. അവളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടു. അവളുമായിട്ട് പിന്നെ കുറേ നേരം കളിച്ചു കേട്ടോ. ഞാനപ്പോൾ ആ ഒരു സൈഡിലൂടെ ഇരുന്ന് ഞാനൊക്കെയും കൂടി വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ഇങ്ങനെ സമയം കയറി വരുന്നോടും ഇങ്ങനെ അവിടെ തിരക്കും കൂടി വന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. സ്ലൈഡൊന്നും ഇങ്ങനെ ഒഴിഞ്ഞ് കിട്ടുന്നില്ല, ഊഞ്ഞാലൊക്കെ ആടാൻ ഇങ്ങനെ കിട്ടുന്നില്ല. കുറേ നേരം മോള് കാത്ത് നിന്നിട്ടൊക്കെയാണ് ഊഞ്ഞാലാടി തൊക്കെ. പിന്നെ കുറേ നേരം അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ലൈഡിൽ കളിക്കാനായിട്ടും. അവിടെയും കുറേ നേരം കളിച്ചു കേട്ടോ.
നമ്മുടെ ഓണം വെക്കേഷൻ്റെ കലാശക്കൊട്ട് ഈ ഒരു വേളി ബീച്ചിലാണ് കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴൊന്നും അങ്ങനെ എന്താണ് പാർക്കിലോട്ടൊന്നും വരണമെന്ന് പറയുന്നത്. ഇനി എക്സാമാണ് ഇവർക്ക് ഇത് കഴിഞ്ഞാലുടനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി മിക്കവാറും നമ്മൾ വരുന്നത് എന്താണ് നവംബറോ ആ ഒരു സമയത്തൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിൽ കളിച്ചിട്ട് വന്നാൽ മതി, എത്ര രാത്രിയായാലും കളിച്ച് നിനക്ക് മതിയായിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ നേരം കളിച്ചു മടുത്തപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു കോണുണ്ടല്ലോ, അപ്പോൾ അത് കുക്ക് ചെയ്ത് വാങ്ങി കഴിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വയറ് ഫില്ലായി പോവും. അപ്പോൾ മോക്കും ഞാനും കൂടിയാണ് കേട്ടോ കഴിച്ചത്. അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവരൊക്കെ വൈകുന്നേരം അവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വയറ് ഫില്ലായി പോകുമെന്ന് പറഞ്ഞിട്ട് അവരാരും കഴിച്ചിട്ടില്ല. പാനിപൂരി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എത്രത്തോളം ഹൈജീനാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പാനിപൂരിയൊക്കെ അവർ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ, നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സംഭവിച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി കഴിക്കുക. പക്ഷേ ഇത് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് എനിക്കൊരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് എവിടെന്നെങ്കിലും അങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നൊരു കട ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ആസാദിൽ പോയി ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ വാങ്ങി കഴിച്ചിട്ട് വീട്ടിലെത്തി കേട്ടോ. പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. തൊട്ടുമ്പോൾ ഉടനെ എന്നെ കാണാം. അതുവരേക്കും ബൈ.